നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ പുതിയ ഗോൾ കീപ്പറായിട്ട് ആര് വരുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടി നോക്കുകയാണല്ലോ. ബാഴ്സലോണ രണ്ടുപേരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഒന്ന് കെയ്ലർ നവാസും മറ്റൊന്ന് വോയ്ചെക് ഷെസ്നിയും എന്നിപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷെസ്നിയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്കിന് താല്പര്യമെന്ന് കൂടി റിപ്പോർട്ടുണ്ട്. എന്നാൽ അതിന് മുന്നിൽ ഒരു ചെറിയ തടസ്സമുണ്ട്, ഒരു സീക്രട്ട് ക്ലോസ്. ഷെസ്നി യുവൻറ്റസിൻ്റെ ഗോൾ കീപ്പറായിരുന്നല്ലോ. അവിടം വിട്ടു പോകുന്ന ഘട്ടത്തിൽ, ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ വെച്ചൊരു ക്ലോസ് ആണിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് മാറ്റും എന്നതിനനുസരിച്ചായിരിക്കും ഷെസ്നി ബാഴ്സയുടെ ഗോൾ കീപ്പർ ആവുക എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ ഒരു ടെർ സ്റ്റെഗനുള്ള റീപ്ലേസ്മെൻറ്റ് വേണ്ടതുണ്ട്. എങ്കിലാണ് ഒക്ടോബർ അവസാനം ആകുമ്പോഴേക്കുമൊക്കെ ആ താരത്തെ ടീമിനോട് ഇണക്കി ചേർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ബാഴ്സയുടെ തലപ്പത്തിരിക്കുന്നവർ. അപ്പോൾ ഇവിടെ നമ്മൾ വിഷയത്തിലേക്ക് വരാം. സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, വോയ്ചെക് ഷെസ്നി യുവൻറ്റസിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഒരു സീക്രട്ട് ക്ലോസ് അവരുടെ കോൺട്രാക്റ്റ് ടെർമിനേഷൻ ക്ലോസിലുണ്ടായിരുന്നു. സംഗതി മറ്റൊന്നുമല്ല, അദ്ദേഹം മറ്റേതെങ്കിലും വലിയ ക്ലബിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം യുവൻറ്റസിന് ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ആ ക്ലോസ്. എന്ന് പറഞ്ഞാൽ അന്ന് ക്ലബ്ബ് വിട്ടു പോകുമ്പോൾ ഷെസ്നി പറയാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എൻ്റെ ബോഡി സ്റ്റിൽ റെഡിയാണ്, പക്ഷേ എൻ്റെ ഹാർട്ട് നോ ലോങ്ങർ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കളി നിർത്തുന്നു, വിരമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയത്. ആ സമയത്ത് യുവൻറ്റസുമായിട്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെ താരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാൻ യുവൻറ്റസ് തയ്യാറായതാണ്. അപ്പോൾ ഒരു സ്മോൾ ക്ലോസ് കൂടി അതിൽ വെച്ചു. അത് സ്വാഭാവികമായിട്ടും ഒരു കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ക്ലബ്ബുകൾ ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോസ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് പറയുന്നത്, നേരത്തെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ മറ്റേതെങ്കിലും വലിയ ക്ലബ്ബിലേക്ക് താരം ചേക്കേറുകയാണെങ്കിൽ അതിനൊരു ഫീസ് കൊടുക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പുതിയ കോൺട്രാക്റ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഷെസ്നി എന്തായാലും ഈ ഒരു മൂവിനെ ഫേവറബിളായിട്ടാണ് കാണുന്നത് എന്നാണിപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. 34-കാരനായിട്ടുള്ള താരം ബാഴ്സലോണയുടെ വിളി വന്നപ്പോൾ തിരികെ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഈ ഒരു സീക്രട്ട് ക്ലോസിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ ഷെസ്നി യുവൻറ്റസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഷെസ്നി അതടച്ച് തീർക്കണം, അല്ലെങ്കിൽ ബാഴ്സലോണ ഇനി നെഗോഷിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം ഷെയർ ചെയ്യുമോ എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും ബാഴ്സലോണയിലേക്ക് അദ്ദേഹം ചേരുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതെന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.